ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 90-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ഭരതൻ ഭരദ്വാജ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭരദ്വാജാശ്രമം ഗത്വാ ക്രോശാദേവ ഋഷഭാം. ഭരദ്വാജന്റെ ആശ്രമം കണ്ട് നരസത്തമനായിരിക്കുന്ന ഭരതൻ സൈന്യങ്ങളെല്ലാം ഒരു വിളിപ്പാടകലെ നിർത്തിക്കൊണ്ട് മന്ത്രിമാരോടൊത്തുകൂടി അവിടേക്ക് ചെന്നു. ധർമ്മജ്ഞനായിരിക്കുന്ന അദ്ദേഹം ധവളാംബരങ്ങളൊക്കെ ധരിച്ച് ആയുധക്കോപ്പുകളൊക്കെ ഉപേക്ഷിച്ച് പുരോഹിതനെ വസിഷ്ഠ മഹർഷിയെ മുൻപിലാക്കിക്കൊണ്ട് കാൽനടയായിട്ട് പോയി. ഭരദ്വാജ മഹർഷിയെ കണ്ട ഉടൻ തന്നെ മന്ത്രിമാരെയും മാറ്റി നിർത്തിയിട്ട് പുരോഹിതനോടൊത്തുകൊണ്ട് ഭരതൻ അവിടേക്ക് ചെന്നു. വസിഷ്ഠനെ കണ്ട ഉടനെ തപോധരനായിരിക്കുന്ന ഭരദ്വാജൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അർഘ്യത്തിന് വേണ്ടതെല്ലാം ഒരുക്കാനായിട്ട് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. സമാഗമ്യ വസിഷ്ഠേന ഭരതേനാഭിവാദിത അബുദ്ധിത മഹാതേജ സുതം ദശരഥസ്യതം. വസിഷ്ഠനോട് ഒരുമിച്ചുകൊണ്ട് ഭരതൻ അഭിവാദനം ചെയ്തപ്പോൾ അവൻ ദാശരഥിയാണ്, ദശരഥപുത്രനാണ് എന്ന് തേജസ്വിയായിരിക്കുന്ന ഭരദ്വാജൻ മനസ്സിലാക്കി. ധർമ്മജനായിരിക്കുന്ന അദ്ദേഹം അവർക്ക് അർഘ്യപാദ്യങ്ങളും ഫലങ്ങളും ഒക്കെ നൽകി ക്രമത്തിലെ രാജകുലത്തിലെ കുശലങ്ങളൊക്കെ ചോദിച്ചു. അയോധ്യയിലും ബലത്തിലും കോശത്തിലും മിത്രങ്ങളിലും മന്ത്രിമാരിലുമുള്ള കുശലങ്ങളെ അന്വേഷിച്ചു. ദശരഥൻ ദിവംഗതനായത് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചില്ല. വസിഷ്ഠോ ഭരതശൈനം വപ്രച്യുതരനാമയം ശരീരഗ്നിഷു ശിഷ്യേഷു വൃക്ഷേഷു മൃഗപക്ഷിഷു. വസിഷ്ഠനും ഭരതനും ഭരദ്വാജനോട് ശരീരം, ശിഷ്യന്മാര്, അഗ്നി, ആശ്രമവൃക്ഷങ്ങള്, മൃഗങ്ങള്, പക്ഷികൾ എന്നിവയെക്കുറിച്ചൊക്കെ തിരക്കുകയുണ്ടായി. യശസ്വിയായിരിക്കുന്ന ഭരദ്വാജൻ ആ രാഘവനിലുള്ള സ്നേഹബന്ധനത്താൽ ഭരതനോടായിട്ട് പറയുകയുണ്ടായി, രാജ്യം ഭരിക്കുന്ന അങ്ങ് ഇങ്ങോട്ട് പോരാനുള്ള കാരണം എന്താണ്? എല്ലാം എന്നോട് പറയൂ, എൻ്റെ മനസ്സിന് വിശ്വാസം വരട്ടെ. ആനന്ദവർദ്ധനായിരിക്കുന്ന ആരെയാണോ കൗസല്യ പ്രസവിച്ചത്, ഭർത്താവിനോടും ഭാര്യയോടും ഒത്ത് ആരെ ഏറെക്കാലത്തിലേക്ക് കാട്ടിലേക്ക് അയച്ചുവോ, നീ 14 ആണ്ട് വനവാസിയായിട്ട് തീരൂ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിന്റെ ആജ്ഞയാൽ അച്ഛൻ ഏതൊരു യശസ്വിയെ നാടുകടത്തിയോ, അപാപനായ ആ രാമനെയും അനുജനെയും നാട് നിർബാധമായി വാഴാൻ വേണ്ടി നീ ദ്രോഹിക്കാനായിട്ട് വിചാരിക്കുന്നില്ലല്ലോ. ഭരതൻ വന്നതിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയത്തോടു കൂടി ചോദിക്കുകയാണ് ഭരദ്വാജ മഹർഷി. ഏവമുക്തോ ഭരദ്വാജം ഭരത പ്രത്യുവാച. ഇത് കേട്ട് ശോകാർത്ഥനായിട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഒച്ചയിടറിക്കൊണ്ട് മറുപടി പറഞ്ഞു ഭരതൻ, ഭഗവാനും എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നശിച്ചു. എന്നില് ഒരു ദോഷവുമില്ല. അങ്ങ് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. അമ്മ ഞാനില്ലാത്തപ്പോൾ പറഞ്ഞത് എനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് സന്തോഷിച്ചിട്ടുമില്ല. ആ വാക്ക് ഞാൻ കൈക്കൊണ്ടുമില്ല. ഞാന് ആ നരവ്യാഘ്രനെ പ്രീതനാക്കാനായിട്ട് പോകുന്നതാണ്. അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ആ പാദങ്ങളിൽ നമസ്കരിക്കാനുമായിട്ട് വന്നതാണ്. ഇങ്ങനെയുള്ളവനാണ് ഞാനെന്നറിഞ്ഞ് എന്നിൽ കനിയണം, പ്രസാദം കർത്തുമർഹസി. എന്നില് കനിയണം ഭഗവാനെ. മഹീപതിയായിരിക്കുന്ന രാമൻ ഇപ്പോൾ എവിടെയാണ് എന്ന് എന്നോട് പറഞ്ഞാൽ. വസിഷ്ഠാദിഭിർ ഋത്വിക്ഭിർ ആചിതോ ഭഗവാൻ സ്തഥാ. വസിഷ്ഠാദിഭിർയാജിതോ ഭഗവാൻ സ്തഥാ. വസിഷ്ഠാദികളായ ഋത്വിക്കളുടെ പ്രാർത്ഥനയിൽ പ്രസന്നനായി ഭഗവാനായിരിക്കുന്ന ഭരദ്വാജൻ ഭരതനോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഭഗവാനിത് ചേർന്നത് തന്നെയാണ്. ഗുരുവിൽ താഴ്മയും നിയമവും സജ്ജനങ്ങളെ സമാദരിക്കലുമൊക്കെ അങ്ങയുടെ അന്തർഗതം മനസ്സിലുള്ളത് ഞാനിതാ മനസ്സിലാക്കുന്നു. അത് ഉറപ്പിക്കാനും അങ്ങയുടെ യശസ്സിനെ വളർത്തുവാനുമായിട്ടാണ് ഞാൻ ചോദിച്ചത്. രാമൻ സീതാലക്ഷ്മണ സമേതനായിട്ട് ചിത്രകൂടം എന്ന മഹാപർവ്വതത്തിലാണ് താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് നാളെ പോകാം. ഇന്ന് മന്ത്രിമാരോടൊത്തുകൊണ്ട് ഇവിടെ തന്നെ പാർക്കുക. എൻ്റെ ഈ ഇഷ്ടം അങ്ങ് നിറവേറ്റണം. അങ്ങനെ നിർവാത്മജനായിരിക്കുന്ന ഭരതൻ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശ്രമത്തില് അന്ന് രാത്രി താമസിക്കാനായിട്ട് ഉറച്ചു. അപ്പോൾ ഇങ്ങനെ ഭരദ്വാജാശ്രമത്തിലേക്കുള്ള ഭരതന്റെ പ്രവേശനവും ആ സംഭാഷണങ്ങളുമാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.